മാതൃഭാഷയിലൂടെ തന്നെ ചിന്തിച്ച് പഠിച്ച് ഇംഗ്ലീഷിനെ കീഴടക്കാം. ചില ആളുകളുണ്ട് തുടക്കക്കാരോട് സംസാരിക്കാൻ മടി കാണിക്കുന്നവർ. അവർ പറയും, നിങ്ങൾ കുറച്ചുകൂടി ഗ്രാമറൊക്കെ പഠിച്ച ശേഷം സംസാരിക്കാൻ തുടങ്ങൂ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അത്തരം ആളുകളുടെ വാക്കുകൾ കേൾക്കരുത്, ഒരിക്കലും കേൾക്കരുത്. എല്ലാ ഗ്രാമറും കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മെല്ലെ മെല്ലെ മാത്രമേ പിച്ച വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓടാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ലേ? അപ്പോൾ ബിഗിനേഴ്സ് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. JPL സ്വീറ്റ് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി ഞാൻ ഇംഗ്ലീഷിനെ പേടിച്ചോടിയ കഥ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും ഒളിച്ചോടിയ കഥയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ തടസ്സമായി നിൽക്കുന്ന വസ്തുതകൾ എന്തെല്ലാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷിനെ ഭയന്നിരുന്ന ഞാൻ എങ്ങനെ ഇംഗ്ലീഷിനോട് കൂട്ടുകൂടി? സാധാരണക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വരുന്ന തടസ്സങ്ങളെ എങ്ങനെ തട്ടിമാറ്റാം എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കണേ. തൊട്ടു മുൻപ് കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ പറഞ്ഞു, പ്രധാനമായി നമുക്ക് വേണ്ടത് വൊക്കാബുലറിയാണ്, ആശയമാണ്, അതുപോലെ തന്നെ ബേസിക് ഗ്രാമറാണ്. ഇതെല്ലാം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാണക്കേട് പോവും, ചമ്മൽ മാറിക്കിട്ടും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നുയർന്നു വരും എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ജീവിത കാലഘട്ടത്തെ 4ആയി തിരിക്കാം. അതിൽ 1ാമത്തെയും 2ാമത്തെയും ഘട്ടങ്ങൾ വളരെ രസകരമായി പോയി. കാരണം എന്താണെന്നോ, ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഗതികേടൊന്നും എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ 3ാം ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന വില്ലൻ എൻ്റെ കൂടെ കൂടി. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ കൂട്ടുകാർ എന്നെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ആരെങ്കിലും ഒരാൾ സഹായിക്കും. എന്നാലും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരാൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ആ കഥ പിന്നീട് പറയാം. അങ്ങനെ 3ാം ഘട്ടവും കഴിഞ്ഞു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് 3ാമത്തെ കാലഘട്ടം കഴിഞ്ഞു. പക്ഷെ 4ാം ഘട്ടത്തിൽ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇങ്ങനെ ചാനലുകളൊക്കെ മാറി മാറി കേട്ടുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ജോസ് മോഹൻ സർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ചാനലിൽ പറയുന്നത്, നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാം, ഒന്നും അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കാം, ആവശ്യമുള്ളവർ ഗ്രൂപ്പുകളിൽ ചേരൂ എന്ന് പറഞ്ഞിട്ട്. അറിയാത്തവർ തമ്മിൽ സംസാരിക്കുന്ന ഗ്രൂപ്പായിരുന്നു അത്. അത് കണ്ടിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ചേർന്നു. അദ്ദേഹം എന്നെ 2-3 ഗ്രൂപ്പുകളിൽ ചേർത്തു. പക്ഷേ ആ ഗ്രൂപ്പുകളിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ധാരണ എന്താണെന്നോ, എനിക്ക് മാത്രം അറിയില്ല, അവർക്കെല്ലാം അറിയാം. അങ്ങനെയായിരുന്നു എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ 2 മാസത്തോളം ഞാൻ ആരോടും സംസാരിക്കാതെ ഗ്രൂപ്പിൽ ഗാലറിയിൽ തന്നെ ഇരുന്നു. എന്താണ് ഇവർ പറയുന്നത്, എന്തൊക്കെയാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഇരിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ
എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആ നിമിഷം ഞാൻ മെല്ലെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളുമായി സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ നല്ല സംസാരിക്കുന്ന ആളുകളെ എനിക്ക് മറുഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അവർ പെട്ടെന്ന് നമ്മളിൽ നിന്ന് രക്ഷപ്പെടും. എങ്ങനെയെങ്കിലും, അയ്യോ ഒരു കോൾ വരുന്നുണ്ടേ, അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നന്നായി സംസാരിക്കുന്ന ആളുകൾ രക്ഷപ്പെടാറുണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ കുറേ ഗ്രൂപ്പ് അംഗങ്ങൾ അതിലുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ ഞാൻ തുടർച്ചയായി എങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ച് നിൽക്കാം, പിടിച്ചു നിൽക്കാം എന്നുള്ള ഗവേഷണത്തിലായിരുന്നു. അങ്ങനെ എൻ്റെ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചു എന്ന് പറയാം. ഞാൻ ആദ്യം തന്നെ ചെയ്തത് കുറച്ച് നോട്ട്ബുക്ക് വാങ്ങുകയാണ്. നോട്ട്ബുക്കും നീലയും കറുപ്പും ചുവപ്പും പെന്നുകളും ഇതിനായിട്ട് വാങ്ങി. എന്നിട്ട് എല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. എല്ലാ ചാനലുകളും ഇങ്ങനെ മാറ്റി മാറ്റി അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടേയിരുന്നു. ക്യാമറ അറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ ചില വീഡിയോകളിലൊക്കെ കൂടുതലായിട്ട് നന്നായിട്ട് അറിയുന്ന അധ്യാപകർ ക്ലാസ് എടുക്കുന്ന വീഡിയോകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അവരിൽ നിന്നും പഠിച്ചെടുത്തു. അത് ഞാൻ നോട്ട്ബുക്കിലേക്ക് എഴുതി. പിന്നെ പുതിയതായി കേൾക്കുന്ന വാക്കുകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു, അതിൻ്റെ അർത്ഥവും എഴുതി വെച്ചു, ഫ്രേസുകൾ പുതിയതായത് കേൾക്കുന്നതൊക്കെ എഴുതി വെച്ചു. അങ്ങനെ 3 or 4 നോട്ട് ബുക്കുകൾ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവർ പോലും കളിയാക്കിയിരുന്നു, അമ്മ ഈ വയസ്സാം കാലത്ത് പഠിക്കാൻ തുടങ്ങി അല്ലേ എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കതിനൊരു വിഷമം തോന്നിയില്ല. കാരണം ശരിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങിയായിരുന്നു, ഞാനൊരു കുട്ടിയായി മാറുകയായിരുന്നു. അപ്പം നമ്മൾക്ക് എന്ത് പഠിക്കണമെങ്കിലും നമ്മൾ എന്താവണം, ഒരു കുട്ടിയായി മാറണം. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഉപദേശം അതാണ്. കുട്ടിയായി മാറുക എന്ന് പറയുമ്പോൾ എന്താണ്, ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങുക. പുതിയതായി കിട്ടുന്ന എല്ലാ വിവരങ്ങളും നോട്ട് ബുക്കുകളിലേക്ക് പകർത്തുക. അങ്ങനെ ഒരുപാട് വാക്കുകൾ, ഫ്രേസുകൾ, ട്രാൻസ്ലേഷനുകൾ, ഗ്രാമറിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ ഞാൻ പകർത്തി എഴുതി തുടങ്ങി. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് എഴുതി തുടങ്ങി. ഒന്നാമത് ചെയ്ത കാര്യം അതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് അപ്പോൾ നമുക്ക് എന്തായി, കുറേ വൊക്കാബുലറികൾ, എനിക്കറിയാത്ത ഒരുപാട് വൊക്കാബുലറികൾ എനിക്ക് കിട്ടിത്തുടങ്ങി. അതിൻ്റെ ഉപയോഗവും കിട്ടി. അങ്ങനെ എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്കറിയാത്ത ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അതേപോലെ എനിക്കറിയാത്ത ഇംഗ്ലീഷ് ഫ്രേസസ് ഉണ്ട്, യൂസേജസ് ഉണ്ട്. പിന്നെ എനിക്കറിയാത്ത ഗ്രാമർ ഭാഗങ്ങളുമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞിരുന്നില്ലേ, പദദാരിദ്ര്യമാണ് നമ്മുടെ പ്രശ്നമെന്ന്. അപ്പോൾ ഒരുപാട് പുതിയ വേർഡ്സ്, അതിൻ്റെ അർത്ഥങ്ങൾ, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പഠിക്കാൻ തുടങ്ങി. ശരിക്കും പഠിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഈ ചാനലുകളിൽ നിന്ന് മാത്രം നമുക്ക് ഒരിക്കലും പുതിയ വൊക്കാബുലറി ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ അടുത്തതായിട്ട് തുടങ്ങിയ മറ്റൊന്നാണ് കഥകൾ വായിക്കാൻ. ചിൽഡ്രൻ സ്റ്റോറി ഉണ്ട്, കുട്ടികളുടെ കഥകൾ, ഇംഗ്ലീഷ് കഥകൾ വായിക്കാനുള്ള ഒരു ആപ്പ് തന്നെയുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അത് ഞാൻ വായിക്കാൻ തുടങ്ങി. ഈ കഥ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് കഥ വായിക്കേണ്ടത്? കഥ ഒരു പ്രാവശ്യമല്ല കേട്ടോ വായിക്കുക, ഒരു തവണ വായിച്ചു നോക്കുക. ഏകദേശം ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും.
രണ്ടാം തവണയും വായിച്ചു നോക്കുക. അങ്ങനെ ഒരു കഥ ഞാൻ 5 തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് കഥ വായിക്കേണ്ടത്. 5ാമത്തെ തവണ കഥ വായിക്കുമ്പോഴേക്കും അതിലെ എല്ലാ വൊക്കാബുലറിയും ഫ്രേസസും നമുക്ക് വശമാകും. അപ്പോൾ ഒരു ടെക്നിക്ക് മനസ്സിലായല്ലോ. ഇനി മറ്റൊന്ന്, നമുക്കിഷ്ടമുള്ള പ്രസംഗങ്ങൾ കേൾക്കുക, ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ കേൾക്കുക. അതായത് ചില ആളുകൾക്ക് ആധ്യാത്മിക പ്രസംഗങ്ങളാകാം ഇഷ്ടം, ചില ആളുകൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാകാം. ഏതു തന്നെയായാലും ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ, അതായത് സിമ്പിൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളത് ഞാൻ തിരയാൻ തുടങ്ങി. അങ്ങനെ കണ്ടുപിടിച്ചു. അവരുടെ പ്രസംഗങ്ങൾ ആവർത്തിച്ച് കാണാൻ തുടങ്ങി. ഞാൻ അധികവും കണ്ടത് ആധ്യാത്മിക സ്പീച്ചുകളായിരുന്നു. ഒരേ സ്പീച്ച് തന്നെ ആവർത്തിച്ച് കാണാൻ തുടങ്ങി. അതിൽ നിന്നും കിട്ടുന്ന വാക്കുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗ്രൂപ്പിൽ ചേർന്നു. ഒന്നല്ല, 3-4 ഗ്രൂപ്പുകളിൽ ചേർന്നു. പക്ഷെ 4 മാസമേ എനിക്കതിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ആരോഗ്യപരമായ ചില കാരണങ്ങൾ വന്നുപെട്ടു. അങ്ങനെ ഞാൻ അതിൽ തുടരുന്നത് നിർത്തി, അല്ലെങ്കിൽ സംസാരിക്കുന്നത് നിർത്തി. 2 മാസക്കാലം മാത്രമേ ഞാൻ ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിരുന്നുള്ളൂ. എങ്കിലും കിട്ടുന്ന സമയത്തെല്ലാം ബ്രോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും ശരിയായിട്ട് അറിയില്ലെങ്കിലും ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിച്ചു. എല്ലാവരും ചെയ്യേണ്ടതും അത് തന്നെയാണ് കേട്ടോ. എനിക്കറിയില്ലല്ലോ എന്ന് പേടിച്ച് ഒരിക്കലും ഇരിക്കരുത്. അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറയുക. എല്ലാ ഗ്രാമർ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത ശേഷം മാത്രം ഒരിക്കലും സംസാരിക്കാൻ നിൽക്കരുത്. കിട്ടുന്ന സമയത്ത് അവൈലബിൾ ആയ ആളുകളെ വെച്ച് നമ്മൾ സംസാരിക്കണം. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. കാരണം എന്താണ്? ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. ഒരുപാട് കാലം മുന്നേ ഞാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പുകളിൽ ആരോടും സംസാരിക്കില്ല എങ്കിലും സ്വയം ഞാൻ സംസാരിക്കാൻ ഒരു മാർഗം കണ്ടെത്തി. അതെന്താണെന്ന് പറയാം. പല ചാനലുകളിലും ഞാൻ കണ്ടു കണ്ണാടിയിൽ നോക്കി സംസാരിക്കണം എന്ന്, അങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്കതത്ര ഫലവത്തായ കാര്യമായിട്ട് തോന്നിയില്ല. ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു ഫോൾഡർ സ്വയമായിട്ടുണ്ടാക്കി. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? നമ്മളെ ഏറ്റവും അടുത്ത മകനോ മകളോ ഹസ്ബൻഡോ അവരെ മാത്രം ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക. ഫോം ചെയ്ത ഉടനെ തന്നെ, അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടാവും? ഞാനും, അല്ലെങ്കിൽ നമ്മളും വേറൊരാളും മാത്രം. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ചേർത്ത ഒരാളെ നമ്മൾ ചേർക്കണം എന്ന് പറഞ്ഞില്ലേ, ആ ആളെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിരിക്കും അത്. അങ്ങനെയുള്ള ഫോൾഡറിൽ എന്ത് ചെയ്യാം? നമുക്കിഷ്ടമുള്ളതെന്തും വിളിച്ചു പറയാം. അതിൽ റെക്കോർഡ് ചെയ്യുക. നമുക്ക് പറയാൻ തോന്നുന്നത് തെറ്റായാലും ശരിയായാലും പറയാൻ തോന്നുന്നതെല്ലാം ആ ഫോൾഡറിലേക്ക് നമ്മൾ വോയിസ് റെക്കോർഡ് അയക്കുക. അതാരും കാണില്ല, നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ വീണ്ടും കേൾക്കണം. അപ്പം നമുക്ക് തോന്നും, ഞാൻ അവിടെ പറഞ്ഞതിൽ എവിടെയോ തെറ്റുണ്ട്. അപ്പം നമ്മളിത് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും ഒന്നും കൂടി പറഞ്ഞു നോക്കാം. റെക്കോർഡ് ചെയ്യുക, കേൾക്കുക. അത് നമ്മുടെ സ്വന്തം ഫോൾഡറാണ്. അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട്, നമ്മൾ പറയുന്നത് മറ്റാരും കേൾക്കില്ല, നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ. ധൈര്യമായിട്ട് നമുക്ക് എന്തും പറയാം. അപ്പം എന്താണ് അതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന തെറ്റുകൾ നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. കുറേ കഴിയണം കേട്ടോ, പെട്ടെന്നൊന്നും കഴിയില്ല.
ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ടങ് ട്വിസ്റ്ററും റീഡ് ആൻഡ് റെക്കോർഡും ഒക്കെ ഉറക്കെ വായിച്ച് റെക്കോർഡ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഫോൾഡറിൽ ഇടുക. എന്നിട്ട് നമ്മളത് വീണ്ടും കേൾക്കുക. അപ്പോൾ അവിടെ വന്ന തെറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പെട്ടെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ആ ഫോൾഡർ. അപ്പം അതും ഞാൻ പരീക്ഷിച്ച് ജയിച്ചതാണ്. അതിലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇനി മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നോട്ട് ബുക്കുകൾ വാങ്ങിയെന്ന്. പലപ്പോഴും നമ്മൾ പോകുമ്പോഴോ നടക്കുമ്പോഴോ എവിടെയെങ്കിലും കാണുന്ന ഒരു വാക്കുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് പോയിരിക്കേണ്ടി വരുമ്പോഴോ ഒക്കെ കാണുന്ന എന്തെങ്കിലും പുതിയതായിട്ട് കാണുന്ന ഒരു വാക്ക് ഇനി എഴുതി വെക്കാൻ നോട്ട് ബുക്ക് ഇല്ല എന്ന് നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോഴും നോട്ട് ബുക്ക് പെന്നും കൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പം എന്ത് ചെയ്യും? പുതിയതായി കാണുന്ന ഒരു വാക്കായാലും ഒരു ഫ്രേസ് ആയാലും എന്തൊരു സംഭവമായാലും നമ്മുടെ ഫോൾഡർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോട്ട് ബുക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ എത്രയോ പുതിയ വാക്കുകൾ ഞാൻ എൻ്റെ ഫോൾഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതി വയ്ക്കും, അല്ലെങ്കിൽ അതിൽ റെക്കോർഡാക്കി വയ്ക്കും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അതെൻ്റെ നോട്ട് ബുക്കിലേക്ക് പകർത്തും. അപ്പോൾ ഫോൾഡർ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം, അതുണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിൽ നേരത്തെ പറഞ്ഞല്ലോ, റീഡ് ആൻഡ് റെക്കോർഡ്, ടങ് ട്വിസ്റ്റർ, ഇതൊക്കെ ഗ്രൂപ്പുകളിൽ വരുന്ന പോസ്റ്റുകളാണ്, പലരും അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ തോന്നും, എന്താ അപ്പോൾ ഈ റീഡ് ആൻഡ് റെക്കോർഡും ടങ് ട്വിസ്റ്ററും വായിച്ചിട്ട് കാര്യമെന്ന്. പക്ഷെ അതിൽ ഒരുപാട് പുതിയ വാക്കുകൾ ഉണ്ടാവും, നമുക്കറിയാത്ത പുതിയ വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ റീഡ് ആൻഡ് റെക്കോർഡ് എന്തായാലും ബിഗിനേഴ്സ് വായിച്ച് സ്വന്തം ഫോൾഡറിൽ നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്യണം. അതിൽ നിന്ന് ഒരുപാട് പുതിയ വാക്കുകൾ നമുക്ക് കിട്ടും. പ്രൊനൗൺസിയേഷനൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ടങ് ട്വിസ്റ്ററും. പിന്നീട് ഒരിക്കൽ ഈ റീഡ് ആൻഡ് റെക്കോർഡിൻ്റെയും ടങ് ട്വിസ്റ്ററിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് തടസ്സങ്ങളെ അതിജീവിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വിശദമായിട്ട് പറയാത്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗ്രാമർ അറിയാം, അത്യാവശ്യമൊക്കെ അറിയാം. എങ്കിലും ഗ്രാമർ പഠിപ്പിക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ പിന്നീട് കാണാൻ തുടങ്ങി. ആദ്യം എല്ലാവരുടെ വീഡിയോയും നിരത്തി കാണുമായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചിലതൊന്നും എന്താ പറയുക, കറക്റ്റ് അല്ല എന്ന്. ചിലതൊക്കെ വളരെ അപൂർവം കേട്ടോ, എങ്കിലും വളരെ നന്നായി ക്ലാസ് എടുക്കുന്ന ഒരു 4 or 5 അധ്യാപകർ ഉണ്ടായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ. ഞാൻ പിന്നെ അവരുടെ വീഡിയോസ് മാത്രം സെലക്ട് ചെയ്ത് കാണാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതും എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ ഒരു ഇംഗ്ലീഷുമായി കണക്റ്റഡ് ആയ എന്തെങ്കിലും ഒരു ഫീച്ചറോ എന്തെങ്കിലും ഒരു എന്ത് തന്നെയായാലും, ഒരു പേപ്പർ കഷ്ണമായാലും ഞാനത് വായിച്ചു നോക്കാൻ തുടങ്ങി. അങ്ങനെ അതുപോലെ സ്റ്റോറികൾ വായിക്കാൻ തുടങ്ങി കിട്ടി. പിന്നെ ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളെയും, അതായത് ആദ്യം അടുക്കളയിൽ, അതാണല്ലോ നമ്മുടെ പെണ്ണുങ്ങളുടെ പ്രധാന ചുറ്റുപാട്, അടുക്കളയുമായി കണക്റ്റഡ് ആയ എല്ലാ വാക്കുകളുടെയും ഇംഗ്ലീഷ് വാക്കുകൾ കണ്ടെത്തി പഠിച്ചു. പിന്നെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളുടെയും അർത്ഥങ്ങൾ, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചു, പഠിച്ചു, എഴുതി വെച്ചു, പഠിച്ചു, അതുപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ വൊക്കാബുലറി ഉണ്ടായി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ആശയങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ്? വായിച്ചിട്ട് മലയാളത്തിൽ വരുന്ന ഫീച്ചറുകളും എല്ലാം വായിച്ച് നമ്മൾ ആശയങ്ങൾ കുറേ രൂപീകരിച്ചു. പിന്നെ അതിന് ഇംഗ്ലീഷിലേക്ക് ആക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ആശയം ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ എളുപ്പമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം വൊക്കാബുലറിയായി,
ആശയമായി. പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങി, ഡയറി എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ ഡെയിലി റുട്ടീനൊക്കെ ഞാൻ എത്രയോ തവണ എഴുതിയ എനിക്ക് തന്നെ അറിയില്ല. കാരണം എന്താ, ഡെയിലി റുട്ടീൻ എഴുതുമ്പോൾ കുറേ തെറ്റുകൾ വരും, ചിലതിൻ്റെ വാക്കുകൾ കിട്ടില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറേ പ്രാവശ്യം എഴുതി നോക്കിയിട്ടുണ്ട്. അതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഡയറി എഴുതി തുടങ്ങിയപ്പോഴാണ് ഇംഗ്ലീഷ് കുറച്ചുകൂടി എനിക്ക് വഴങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് വഴങ്ങി തുടങ്ങി എന്ന് മനസ്സിലായത്. പിന്നെ ഏറ്റവും നല്ല 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ആ പഴയ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് മാത്രം ഞാൻ കുറേശ്ശെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്തു കേട്ടോ, ഞാൻ ഒരുപാട് എൻ്റെ പ്രായമുള്ള വിദ്യാർത്ഥികൾ എനിക്കുണ്ടായിരുന്നു. അവരെ ഞാൻ ഫ്രീ ആയിട്ട് ഗ്രാമർ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ 2-3 ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഗ്രാമർ ഞാൻ ആരംഭിച്ചത് തന്നെ. പക്ഷേ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ കുറേയധികം എനിക്ക് കൂട്ടുകാർ വന്നു ചേർന്നു. അങ്ങനെ 1 വർഷക്കാലത്തോളം ഞാൻ ഗ്രാമർ പഠിപ്പിക്കൽ തുടർന്നു. ഇതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്താണ്? എനിക്കറിയാവുന്ന ഗ്രാമർ മനസ്സിൽ നന്നായി ഉറച്ചു എന്നുള്ളതാണ്. ഗ്രാമർ മറ്റുള്ളവരെ പഠിപ്പിച്ചതും എൻ്റെ ഇംഗ്ലീഷ് പഠനത്തെ സഹായിച്ചു. സത്യത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തപ്പോൾ എൻ്റെ വൊക്കാബുലറി ദാരിദ്ര്യം ഇല്ലാതെയായി. ഞാൻ കിട്ടുന്നതെല്ലാം വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആശയ ദാരിദ്ര്യം ഇല്ലാതെയായി. ഇതിനെല്ലാം വശത്താക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിൽ ഉണ്ടായിരുന്ന ഒരു നാണക്കേട്, ചമ്മൽ, ഒരു ഭയം, ഇതെല്ലാം എവിടെയോ ഓടി ഒളിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ പോയി എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ആരോട് സംസാരിക്കാൻ ഒരു പേടിയില്ല. നമ്മൾ നമുക്കറിയുന്നത് സംസാരിക്കുന്നു, അതിനെന്തിനു മറ്റുള്ളവരെ പേടിക്കണം? അപ്പൊ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നു. അപ്പൊ നമുക്ക് ആരോടും സംസാരിക്കാമെന്നായി. മറുതലയ്ക്കൽ ആര്, അത് നമ്മുടെ വിഷയമേ അല്ലാതായി തീർന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ നിങ്ങൾക്കും സംസാരിക്കാൻ കഴിയുമെന്ന്? കഴിയും കേട്ടോ, എന്തായാലും കഴിയും. ഏത് സാധാരണക്കാരനും ഇത്തിരിയെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. നിങ്ങൾക്കും കഴിയും, ഇത് കാണുന്ന എല്ലാവർക്കും കഴിയും. തുടക്കക്കാരായ പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആദ്യ കാലഘട്ടങ്ങളിൽ വായിക്കരുത്. നന്നായി അറിയുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് പത്രം, സ്റ്റാൻഡേർഡ് ഉള്ള പത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടികൾക്കായുള്ള പത്രങ്ങൾ ഉണ്ടാവും. യങ് വേൾഡ് എന്നോ യൂത്ത് വേൾഡ് എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളുണ്ട്. അവയൊക്കെ വളരെ സിമ്പിളായ വാക്യങ്ങളാണ്. അത് വായിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, TV-യിൽ വരുന്ന ഇംഗ്ലീഷ് ന്യൂസുകൾ ആദ്യഘട്ടങ്ങളിൽ കാണാതിരിക്കുക. മെല്ലെ മെല്ലെ നമുക്ക് കണ്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ മറ്റൊരു കാര്യം, മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ചില ആളുകളുണ്ട് തുടക്കക്കാരോട് സംസാരിക്കാൻ മടി കാണിക്കുന്നവർ. അവർ പറയും, നിങ്ങൾ കുറച്ചുകൂടി ഗ്രാമറൊക്കെ പഠിച്ച ശേഷം സംസാരിക്കാൻ തുടങ്ങൂ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അത്തരം ആളുകളുടെ വാക്കുകൾ ഒരിക്കലും കേൾക്കരുത്. എല്ലാ ഗ്രാമറും കാര്യങ്ങളും പഠിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മെല്ലെ മെല്ലെ മാത്രമേ, പിച്ച വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓടാൻ കഴിയുകയുള്ളൂ. അങ്ങനെയല്ലേ? അപ്പോൾ ബിഗിനേഴ്സ് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം.
ഞാൻ ഇംഗ്ലീഷിനെ വശത്താക്കിയ കഥകൾ നിങ്ങൾ കേട്ടില്ലേ? അല്ലെങ്കിൽ വശത്താക്കിയത് എങ്ങനെ എന്ന് മനസ്സിലായില്ലേ? നിങ്ങളും ശ്രമിച്ചു നോക്കൂ ട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബേസിക് ഗ്രാമറിൻ്റെ ഏറ്റവും ബേസായ സെൻറ്റൻസ് മുതൽ പഠിച്ചു തുടങ്ങാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.